നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPL ഓരോ ടീമിൻ്റെയും അനാലിസിസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്ക്വാഡ് കംപ്ലീറ്റ് ആയതോടുകൂടി, താരലേലം കഴിഞ്ഞതോടുകൂടി തങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രാഞ്ചൈസികളുടെ ടീമിനെക്കുറിച്ച് വിശദാംശങ്ങളും വിശകലനങ്ങളും തപ്പുന്ന അല്ലെങ്കിൽ അത് പരതുന്ന ഒരു സമയമാണ് ഇപ്പോൾ ആരാധകർക്ക്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് ആരംഭിച്ച് അതിൻ്റെ 4ാമത്തെ എപ്പിസോഡിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അവരുടെ സ്ക്വാഡ് എങ്ങനെയുണ്ട്, ആ സ്ക്വാഡിൻ്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, അവരുടെ പ്രോബബിൾ ബെസ്റ്റ് 11 എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ അവർ കളിച്ചൊരു ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് ഉണ്ട്. അത് തന്നെ ഇത്തവണയും അവർ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്ക്വാഡ് നോക്കുമ്പോൾ മനസ്സിലാവുക. മാക്സിമം 25 താരങ്ങൾ ഉൾപ്പെടുത്താവുന്ന സ്ക്വാഡിൽ അവർ വിളിച്ചെടുത്തിരിക്കുന്ന 20 താരങ്ങളെയാണ്. 7 ഓവർസീസ് സ്ലോട്ടാണ് അവർ ഫില്ല് ചെയ്തിട്ടുള്ളത്. മികച്ച സ്ക്വാഡുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാം. പക്ഷേ അവിടെ ഇവിടെ ചില പ്രശ്നങ്ങളുമുണ്ട്. അതാണ് ഈ സ്ക്വാഡിനെ കുറിച്ച് നമ്മുടെ ഒരു നിരീക്ഷണം. നോക്കാം നമുക്ക്. വളരെ എക്സ്പ്ലോസീവായിട്ടുള്ള ടോപ്പ് 5 ആണ്. അതിലൊരു തർക്കവും വേണ്ട. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, നിതീഷ് കുമാർ റെഡ്ഡി, ഹെൻറി ക്ലാസൻ. എന്താണത് ടീം! ടോപ്പ് ക്ലാസ് ടോപ്പ് ഓർഡർ, ഗൺ മിഡിൽ ഓർഡർ. ഇനിയാണ് പ്രശ്നം. മികച്ച ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംശയമില്ല. ഫസ്റ്റ് ചോയ്സ് ബൗളിംഗ് വളരെ മികച്ചതാണ്. പക്ഷെ അതിനിടക്ക് ഈ രണ്ട് വിഭാഗത്തെയും കൂട്ടിച്ചേർക്കുന്ന ബൗളിംഗ് അറ്റാക്ക്, അതുപോലെ തന്നെ മികച്ച ടോപ്പ് 5, അതിനിടയിൽ വരുന്നത് ആ ഒരു ലിങ്ക് അത്ര മികച്ചതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ബിറ്റ് ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. അതാണ് ഒരുപക്ഷെ അവരുടെ സ്ക്വാഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് നമുക്ക് എടുത്ത് പറയാവുന്നത്. പിന്നെ SRH നമുക്കറിയാമല്ലോ, പേസ് ബൗളിങ്ങിൽ അവർ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പം ഭുവനേശ്വർ കുമാർ, ടി നടരാജൻ എന്നിവരെയൊക്കെ ഒഴിവാക്കി എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് ആയിരുന്നു അവർ. അതൊരു പ്രശ്നമാണെന്ന് കാണുന്നവരുണ്ട്. പക്ഷെ അതിനെ അങ്ങനെ കാണേണ്ടതില്ല. മോശമല്ലാത്ത ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. എന്നാൽ ഈ പറയുന്ന പോലെ മിഡിൽ ഓർഡർ, ലോവർ മിഡിൽ ഓർഡർ, ഇവിടെയൊക്കെയുള്ള താരങ്ങളുടെ കാര്യത്തിൽ മിഡിൽ ഓർഡർ, ലോവർ മിഡിൽ ഓർഡർ, അവർക്കുള്ളൊരു ബാക്കപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അതത്ര മികച്ചതല്ല എന്ന് തോന്നും. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് 5 ആൻഡ് ബൗളിംഗ് അറ്റാക്ക്, അത് ബിറ്റ് ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. അതുതന്നെയാണ് ഒരു പക്ഷേ ഇത്തവണ അവരുടെ സ്ക്വാഡ് നേരിടാൻ പോകുന്ന ഒരു സുപ്രധാനമായ പ്രശ്നം എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് അവരുടെ സ്ക്വാഡിനെ വ്യത്യസ്ത ഭാഗങ്ങളായിട്ട്, അതായത് ബാറ്റേഴ്സ്, വിക്കറ്റ് കീപ്പേഴ്സ്, ഓൾറൗണ്ടേഴ്സ്, സ്പിന്നേഴ്സ്, ഫാസ്റ്റ് ബൗളേഴ്സ്, ഈ രൂപത്തിൽ നോക്കിയാൽ ബാറ്റേഴ്സ് ട്രാവിസ് ഹെഡ്, അദ്ദേഹത്തെ റീറ്റേൺ ചെയ്തതായിരുന്നു. പിന്നെ അഭിനവ് മനോഹർ, അനികേത് വർമ്മ, സച്ചിൻ ബേബി, മലയാളി താരം സച്ചിൻ ബേബി, ഇതാണ് അവരുടെ ബാറ്റേഴ്സായിട്ട് വരുന്നത്. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ഹെൻറി ക്ലാസൻ, അദ്ദേഹത്തെ റീറ്റേൺ ചെയ്തതാണ്. പിന്നെ ഇഷാൻ കിഷൻ, അദർവാറ്റൈഡ്. സോ മികച്ച എക്സ്പ്ലോസീവ് ബാറ്റേഴ്സ് കൂടിയാണ് ക്ലാസനും ഇഷാൻ കിഷനും ഒക്കെ എന്നുള്ളത് പിന്നെ എടുത്തു പറയേണ്ടതില്ല. സോ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ശക്തം. ഓൾറൗണ്ടേഴ്സായിട്ട് ഇപ്പം അഭിഷേക് ശർമ്മ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറാണ്, ബാറ്റിംഗ് ഓൾറൗണ്ടറാണ്. അദ്ദേഹത്തെ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പിൻ ബൗളിങ്ങും ഉപയോഗപ്പെടുത്താം. നിതീഷ് കുമാർ റെഡ്ഡി പേസ് ബൗളിംഗ് ഓൾറൗണ്ടറാണ്. മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ കാമിൻഡു മെൻഡിസ് സ്പിൻ ബൗളറാണ്. അതുപോലെ ആദം സാംബ, രാഹുൽ ചാഹർ, സീഷൻ അൻസാരി എന്നിവർ സ്പിന്നേഴ്സ് ആയിട്ടുണ്ട്. സോ സ്പിൻ ബൗളിങ്ങിൽ ആദം സാംബ, രാഹുൽ ചാഹർ, സീസൻ അൻസാരി. ഫാസ്റ്റ് ബൗളിംഗ് നോക്കുക, മുഹമ്മദ് ഷാമി, പാറ്റ് കമിൻസ്, ഹർഷൽ പട്ടേൽ, പിന്നെ സിമർജീത് സിംഗ്, ജയദേവ് ഉനഡ്കർ, ബ്രൈഡൻ കാർസ്, ഇസാൻ മലിംഗ. അപ്പോൾ ഇതിൽ ഈ ഒരു പ്രശ്നം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അവരുടെ ബാക്കപ്പ് ഓവർസീസ് പ്ലേയേഴ്സോ, ഒറ്റനോട്ടത്തിൽ ഓവർസീസ് പ്ലേയേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ട്രാവിസ് ഹെഡ്, ഹെൻറി ക്ലാസൻ, ഇങ്ങനെയൊക്കെ നമുക്കിങ്ങനെ എടുത്തു പറയാൻ പറ്റും. അതേസമയം അവരുടെ ബാക്കപ്പ് ഓവർസീസ് പ്ലേയേഴ്സ് പ്രധാനമായിട്ടും ബൗളിങ്ങിനും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തേണ്ട ബാക്കപ്പ് ഓവർസീസ് പ്ലേയേഴ്സ്, ബ്രൈഡൻ കാർസ്, അതുപോലെ തന്നെ കാമിൻഡു മെൻഡിസ്, പിന്നെ ഇഹ്സാൻ മലിംഗ, ഇങ്ങനെയൊക്കെയുള്ള താരങ്ങളുണ്ടല്ലോ. ഈ താരങ്ങൾ നെവർ പ്ലേഡ് IPL ബിഫോർ. അതാണ് ഒരു പ്രശ്നം. IPL ഇതിനു മുമ്പ് കളിച്ചിട്ടുള്ളവരല്ല. സോ ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. സോ ഇത് സ്ക്വാഡിൻ്റെ ഒരു പ്രശ്നമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി അവരുടെ ഫാസ്റ്റ് ബൗളേഴ്സിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ, മുഹമ്മദ് ഷാമി, പാറ്റ് കമിൻസ്, ഹർഷൽ പട്ടേൽ, സിമർജീത് സിംഗ്, ജയദേവ് ഉനഡ്കർ, ബ്രൈഡൻ കാർസ്, ഇസാൻ മലിംഗ എന്ന് പറഞ്ഞല്ലോ. അതിൽ ഷമിയും പാറ്റ് കമിൻസും ഒരു സംശയവും വേണ്ട. രണ്ടുപേരും അവരുടെ പരിക്കൊന്നുമില്ലെങ്കിൽ പൊളിച്ചെടുക്കുന്ന പ്രകടനം തന്നെയായിരിക്കും നടത്താൻ പോകുന്നത്. പിന്നെ ഹർഷൽ പട്ടേൽ വിക്കറ്റ് എടുക്കുമെങ്കിലും അടി വാങ്ങും എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്.
അതുപോലെ തന്നെ ജയദേവ് ഉനഡ്കഡിൻ്റെ കാര്യവും ഞാൻ ഇനി പ്രത്യേകിച്ച് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. സോ അവിടെയൊക്കെയാണ് അവിടെ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്. ഏതായാലും കഴിഞ്ഞ തവണത്തെ അതേ ഒരു ഫിലോസഫിയിലാണ് ഇത്തവണയും അവർ ടീമിനെ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്. കോർ പ്ലേയേഴ്സിനെ അവിടെ നിലനിർത്തി ആ പ്ലേയേഴ്സിന് ചുറ്റും കുറച്ച് താരങ്ങളെ കൂടി ആഡ് ചെയ്ത് അതേ ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് ഇത്തവണയും കളിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ഇനി നമ്മൾ അവരുടെ ഒരു പ്രോബബിൾ ബെസ്റ്റ് 11-ലേക്കൊന്ന് പോവുകയാണെങ്കിൽ, ബെസ്റ്റ് 11 എന്നല്ല, ഇപ്പോൾ ബെസ്റ്റ് 12 എന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്പാക്റ്റ് പ്ലെയർ റൂൾ കൂടി ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇഷാൻ കിഷൻ നമ്പർ 3-ൽ, നിതീഷ് കുമാർ റെഡ്ഡി നമ്പർ 4-ൽ, ഹെൻറി ക്ലാസൻ നമ്പർ 5-ൽ, നമ്പർ 6-ൽ അനികേത് വർമ്മ, നമ്പർ 7 അഭിനവ് മനോഹർ. സോ അവിടെയൊക്കെയാണ് ഒരല്പം പ്രശ്നങ്ങൾ വരുന്നത്. ദെൻ നമ്പർ 8-ൽ പാറ്റ് കമിൻസ്, നമ്പർ 9 ഹർഷൽ പട്ടേൽ, നമ്പർ 10 രാഹുൽ ചാഹർ, നമ്പർ 11 മുഹമ്മദ് ഷാമി, നമ്പർ 12-ൽ ഇമ്പാക്റ്റ് പ്ലെയറൊക്കെ ആയിട്ട് അദം സാംബയെ ഉപയോഗപ്പെടുത്താം. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്രോബബിൾ ബെസ്റ്റ് 12 എന്ന് പറയുന്നത്. ഏതായാലും മോശമല്ലാത്ത സ്ക്വാഡുണ്ട്, പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ബെഞ്ച് സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. അതാണ് നമുക്ക് SRHൻ്റെ സ്ക്വാഡിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എത്താം.